സഫലമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സക്സസ് ജേണി. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ യാത്രയുണ്ട്. ആ യാത്രയിൽ അവർ നേടിയെടുത്ത ഒരു സക്സസ്, ആ സക്സസിൻ്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറിയാണ്. ഹാർഡ് വർക്കിൻ്റെ, സിൻസിയറിറ്റിയുടെ, ഹോണസ്റ്റിയുടെ ഒരു ജൈത്ര യാത്രയാണ് ഏതൊരു വ്യക്തിയുടെയും വിജയം സക്സസ് ആവുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി പ്രവാസ ജീവിതം സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ മനോജ് ശ്രീധറാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം എമിറേറ്റ്സ് റോബോട്ടിക്സ് LLC എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ 20 വർഷത്തെ പ്രവാസ ജീവിതം നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ശ്രീ മനോജ് ശ്രീധറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ എവറിത്തിങ്. സാറ് ആക്ച്വലി ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചത്. സ്ഥലം തൃപ്രയാർ വലപ്പാട്. തൃപ്രയാർ വലപ്പാട്. അച്ഛൻ്റെ സ്ഥലം തൃശ്ശൂരിലെ ഏങ്ങണ്ടിയൂർ. അമ്മയുടെ സ്ഥലമാണ് തൃപ്രയാർ. എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞാൻ സിംഗിൾ. നോ സിസ്റ്റേഴ്സ്, നോ ബ്രദേഴ്സ്, ഓൺലി വൺ ചൈൽഡ്. ബോംബെയിലാണ് സാർ വളർന്നതും പഠിച്ചതൊക്കെ? അതെ. അപ്പോൾ അതിൻ്റെ റീസൺ ഫാദർ ബോംബെയിലായിരുന്നു സെറ്റിൽഡ്. ബോംബെയിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. പ്രൈവറ്റ് കമ്പനി ടാറ്റയിലായിരുന്നു ജോലി മുഖർക്ക്. അമ്മ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ശരിക്കും അപ്പോൾ കുട്ടിക്കാലമൊക്കെ ബോംബെ ലൈഫാണ്. കംപ്ലീറ്റ് ബോംബെ ലൈഫ്. ദാദറും ചെമ്പൂരും വഡാല ആൻഡ് ഓൾ ദ എന്ന് പറഞ്ഞെങ്കിൽ മെട്രോസ് പഠിച്ചത്. അതിൻ്റെ കൂടെ വടാപ്പാവും ബജി അങ്ങനെയുള്ള ഒരു ബോംബെ ലൈഫായിരുന്നു കംപ്ലീറ്റ്. ശരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറാഠികൾ ഒരുപാട് പേരുണ്ട്. അതെ, ഞാൻ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എനിക്ക് മോർ ദാൻ മലയാളം മറാഠിന് ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുക, ഫ്ലുവൻ്റ് ആയിട്ട് എഴുതുകയും ചെയ്യുക, എല്ലാം ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുമായിരുന്നു കൂടുതൽ ഫ്രണ്ട്ഷിപ്പും ബാക്കിയുള്ള കാര്യങ്ങളും. അതെ, ടാറ്റയിൽ തന്നെയായിരുന്നു കരിയർ ആരംഭിച്ചത്. ഞാൻ ടാറ്റയിലെ കരിയർ കാരണം ടാറ്റയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പിന്നെ നോർമലി ഇറ്റ്സ് ഓൾവേസ് വെൻ യു പാസ് ഔട്ട് നമ്മുടെ പാരൻസ് എക്സ്പെക്ട് ചെയ്ത ഐദർ യു ജോയിൻ ഇൻ എ ഗവൺമെൻറ് കമ്പനി ഓർ എ government-like company. Tata is one of the most leading company and best company in the world. But you expect you also to join him and start the career route. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫ്രം ദ വെരി സ്റ്റാർട്ട് ആഫ്റ്റർ വർക്കിംഗ് ഫോർ 1.5 years I knew this is not my cup of tea. കാരണം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറ്റാത്തൊരു ജോബായിരുന്നു. 9 to 5 ജോബ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ്റനൻസ് ജോബ്, അങ്ങനത്തെ ഇത് മെയിനായിട്ട്. അപ്പം അങ്ങനെ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് തിങ്സ്. അപ്പം വേറൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ആസ് എ സെയിൽസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ കമ്പനിയിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ട് കിട്ടി. ചേഞ്ചിങ് മൈ കരിയർ ഓൾ ടുഗെദർ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ഫിഷർ കൺട്രോൾ വാൾ സൺമാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ ചെന്നൈ ബേസ്ഡ് കമ്പനി. ബട്ട് ഞാൻ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത് ബോംബെ ബ്രാഞ്ച്. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് തുടങ്ങി. ഒരു 5.5 years I was there with that company. പിന്നെ അപ്പോൾ പിന്നെ started there is some more opportunities lying out somewhere else. We have to start exploring on that. പിന്നെ normally that was the time everybody was thinking, okay, going into a career outside India. So in our സമയത്ത് you have so many other opportunities. Either you go to US as a software engineer, for which you have to study again. ആ ടൈമിൽ അങ്ങനത്തെ ആയിരുന്നു. അല്ലെങ്കിൽ you go to your own land, which is Dubai or GCC. നമ്മുടെ മലയാളീസ് കൂടുതലുള്ളതും പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാനായിട്ട്. കാരണം ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് when you come, when I came out here, there were a lot of people to help me out. നമുക്കിവിടെ ആരും ഇല്ലാണ്ടായിട്ടും there were a lot of people to help me out. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് 1999 towards the end of 1999.
അങ്ങനെ ഇവിടെ വന്ന് ചേർന്നു. ഒരു ഡ്രീം ലാൻഡിലേക്ക് വരികയാണ്. അതും ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് ഞാൻ അവിടെ ജോലി ചെയ്ത് പറഞ്ഞ സ്ഥാപനത്തിൽ തന്നെ അവിടെ നിന്ന് വേറൊരു കമ്പനിയിൽ പരിചയപ്പെട്ടിട്ട് അവരൊരു കമ്പനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെ ത്രൂ അവിടെ വന്നത്. ബേസിക്കലി ഇന്ത്യൻ കമ്പനി who wanted to set up out somewhere. So I thought it's a good opportunity to come out here. അങ്ങനെ വന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തു. ബട്ട് ഇന്ത്യൻ കമ്പനീസ് they don't like start up and get the business. അപ്പോൾ അവർ 2 years of operation ഇവിടെ അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ they said it's not good to work out. എന്നിട്ട് അവർ to a local company ഇവിടെ വിറ്റ് പോയി. അവർ started with them. I again started working with them like a company we got couple of projects. Then I said ഇനി നമുക്ക് ഇത് ഇത്ര opportunity. Then I found out this land is really there are a lot of opportunities around പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് everybody started telling me okay why can't you do something. അപ്പോൾ ആ ഒരു ഇതാണ് പിന്നെ ഫ്രണ്ട്സും അല്ല even my competitors who they started encouraging me you start your own, why are you working for somebody, that's the best thing to do. അങ്ങനെ I started in 2004 സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് 2003 ആൾറെഡി ഒരു ഇത് ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിരുന്നു എന്ന് പറയാം അല്ലേ സർ? ഫ്രീലാൻസ് ആയിട്ട് ഇല്ലെങ്കിൽ നമ്മളെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാഡ് സംബഡി കസിൻസ് ആൻഡ് ഓൾ ഐ യൂസ് ടു ടേക്ക് ഓർഡേഴ്സ് ത്രൂ ദം. അങ്ങനെ ഒരു ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങി. അപ്പം പിന്നെ നമുക്ക് പറയാം മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽസ് ഹൂ ആർ വർക്കിംഗ് വിത്ത് us they were also one bigger point in my success. കാരണം അവർ when I told them I'm going to get out of this company and start my own, they said we will follow you. അങ്ങനത്തെ ഒരു ഇത് അവർ തന്നത് we will give you the complete support what you need to be successful in this market. അവർ complete for 15-20 years we have been they are with me. The same companies whom I was working with earlier, they are still with me. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എമിറേറ്റ്സ് റോബോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തത്. എമിറേറ്റ്സ് റോബോട്ടിക്സ് ആ പേരിൽ തന്നെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കതൊരു അത് കിട്ടാനൊരു കഥയുണ്ടല്ലേ സർ? ഒരു സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്. സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ you don't have when you work with somebody you are it is end to mouth living. നമ്മളൊരു സാലറിയിൽ വർക്ക് ചെയ്യുന്നു then you have to നമ്മൾ ന്യൂലി മാരീഡ് കുറച്ച് കൊല്ലമായിട്ടുള്ള പിന്നെ വൈഫിനെ കൊണ്ടുവന്നു അവിടെ വന്നു. അപ്പോൾ വി ഹാവ് ടു ലീവ് വിത്ത്. അപ്പോൾ ആ ഒരു സേവിങ്സ് പൊട്ടൻഷ്യൽ ഭയങ്കര കുറവായിരുന്നു. സോ വാട്ട് എവർ സേവിങ്സ് ഐ ഹാഡ് അത് ഇട്ടിട്ടാണ് ഐ ബോട്ട് ദിസ് കമ്പനി. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഐ ബോട്ട് ഇറ്റ് ഫോർ അറൗണ്ട് 30,000 dirhams ആ സമയത്ത്. ആ ഒരു സേവിങ്സ് ഇട്ടിട്ട് അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ടു കണ്ടിന്യൂ വിത്ത് ഐ ഹാവ് സോ മെനി അതർ തിങ്. ഇഫ് യു നീഡ് ഇറ്റ് യു ക്യാൻ ഓൺലി വാട്ട് എവർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റും പിന്നെ ഒരു സംഖ്യ അതിനുള്ളിൽ തന്നാൽ മതി എനിക്കെന്ന് പറഞ്ഞിട്ട്. that I thought it's the best opportunity I had rather than starting a new company doing all this thing. സ്റ്റാർട്ടിങ്ങിൽ എടുത്തപ്പോൾ എമിറേറ്റ്സ് റോബോട്ടിക്സ് അയാൾ സ്റ്റാർട്ട് ചെയ്ത് റോബോട്ടിക്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ റോബോട്ടിക്സ് വാസ് നോട്ട് മൈ ഇൻറ്റൻഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക, then later on I will change the name anytime you can change the name. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഞാൻ പോയിരുന്നത്. പിന്നെ when I started with robotics Emirates, the name itself clicked so much in the market. It was like a hit. കാരണം Emirates plus robotics, there was nobody അപ്പോൾ it was remembered in a good way and a bad way. Robotics, what are you doing? Robotics? No sir, I am not doing robot. Okay, it stays, it's a mindset. അപ്പോൾ ഞാൻ പറഞ്ഞു it's a good marketing tool. Why should I change the name? നമ്മൾ മെയിനായിട്ട് പൈപ്പ് ലൈൻ ഇൻഡസ്ട്രിയുമായിട്ടാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതെ, അതിൻ്റെ വാൾവ്സ് അതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്കുള്ള കാര്യങ്ങളെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. കറക്റ്റ്. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സെക്ടർ, വാട്ടർ, സീവേജ്, ദെൻ കെമിക്കൽ ഇൻഡസ്ട്രി, അങ്ങനത്തെ ഇൻഡസ്ട്രീന്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്
Dubai at that point, when I started, Dubai, our infrastructure starting point ആയിരുന്നു, which also helped me out in overcoming the situation. There are lot of project which was conceived and executing at a very fast pace, not slow pace. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ലൈക്ക് who are technically qualified and who are ready to support the customer on their ventures, അങ്ങനത്തെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കൊടുക്കണം. ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽവ്സ് ഫോർ പൈപ്പ് ലൈൻ ഇൻഡസ്ട്രി. അപ്പോൾ എനി പൈപ്പ് ലൈൻ വിച്ച് ഇസ് ഫ്ലോയിങ് ഇൻ Dubai Emirate or Abu Dhabi Emirate, there are always valves which is used for closing and opening the water and sewage, every sector ഇങ്ങനത്തെ വാൽവ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അതെല്ലാം കോൺസെൻട്രേറ്റ് വാൽവ്സും കൺട്രോൾസും. ഈ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എല്ലാ പ്രോജക്റ്റിലും നമ്മുടെ പ്രോഡക്ട്സ് പോയിട്ടുണ്ട്. ഒരു സിഗ്നേച്ചർ നമുക്ക് നൽകാൻ കഴിയും. ഈ എന്ന് പറഞ്ഞാൽ 5 ഇപ്പം ഈ മാർക്കറ്റിൽ അന്ന് സ്റ്റാർട്ടിങ് സമയത്ത് ആകെ 3 പേര് അപ്രൂവ്ഡ് വെൻഡേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് വൺ ഓഫ് ദ വെൻഡേഴ്സ് വാസ് അസ്. ഈ നമ്മുടെ സപ്പോർട്ട് കിട്ടിയ ഈ ഫോറിൻ സപ്പോർട്ട് കിട്ടിയ അത് കാരണം അവരെ നമ്മൾ ഈ മാർക്കറ്റിൽ അവർക്കൊരു സ്റ്റാൻഡിങ് പോയിന്റ് കൊടുത്തു. അവർക്ക് അതുവരെ ഒരു ഇതുണ്ടായിരുന്നില്ല, ലൈക്ക് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. അവർ അപ്രൂവ് ചെയ്യിപ്പിച്ചെടുത്തു, എല്ലാ സ്റ്റാൻഡിങ് പോയിന്റും. പിന്നെ അവർക്ക് പ്രോജക്ട്സിൽ വേണ്ടത്രയ്ക്ക് കിട്ടി, നമുക്കും കിട്ടി. വി ആർ ബിക്കോസ് ഓഫ് വി ദ സക്സസ് വാസ് ബോത്ത് ടുഗെദർ. ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ അവിടെ ഒരു ക്വാളിറ്റി സർവീസും ടൈംലി കംപ്ലീഷനും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ എക്സ്പെഷ്യലി ഫോർ പ്രോജക്ട്സ്. അതെങ്ങനെ സാധിച്ചു സർ? പ്രോജക്ട്സിൽ ഇത് നമ്മൾ എന്താണെങ്കിൽ നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു ഡേറ്റ്സ് ഇത്ര എന്താണെങ്കിൽ ഇത്തരത്തിൽ കൊടുക്കണം അല്ലെങ്കിൽ ലൈക്ക്. പിന്നെ നമ്മൾ സ്ലോലി വൺസ് ദ ബിസിനസ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് നമ്മൾ സ്റ്റോക്ക് വെച്ച് തുടങ്ങി ഇവിടെ. സ്റ്റോക്ക് വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് അപ്പ് ദ സ്റ്റോക്ക് so that immediate delivery on, if somebody requires immediate delivery, we have the stock in our hand. Angana, like we started developing our own stock for immediate delivery. For project delivery, we always നമുക്ക് സമയം ഉണ്ടായിരുന്നു, ഒരു ടൈംലി ലിമിറ്റ് ഉണ്ടാവും. 14-20 വീക്സ്, ചില പ്രോജക്റ്റ് 20 വീക്സ് ഉണ്ടാവും, ചില 14 വീക്സ് 15 വീക്സ് അങ്ങനെ ഉണ്ടാവും. ആ ടൈംലി ഡെലിവറി നമ്മൾ ഓൾവേസ് ട്രൈ ടു കീപ്പ് ഇറ്റ് അപ്പ്. ആൻഡ് ബേസിക് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ടു കീപ്പ് അപ്പ് അവർ റെപ്യൂട്ടേഷൻ, that we don't differ in our commitment. ഞങ്ങൾ ചിലപ്പോൾ ലൈക്ക് we also went out to satisfy the customer at our own cost. അതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എയർ ഫ്രൈറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞങ്ങൾ ഡിലേ ആയി, പക്ഷേ ലൈക്ക് we don't want to make problem for your project. ഞങ്ങൾ എയർ ഫ്രൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ we are foregoing something to gain something. അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എമിറേറ്റ്സ് റോബോട്ടിക്സ് എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ് ആക്കാൻ നമുക്ക് കഴിഞ്ഞതിന്റെ പിന്നിൽ ഓരോ പ്ലേസിനും അതിനനുസരിച്ചുള്ള സൈസസും ഉണ്ട്, അതിനനുസരിച്ചുള്ള വാൾസും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ now one of the iconic project what we did, Dubai Fountain. ഇത് അതിൻ്റെ ഇത് അറിയില്ല, ലൈക്ക് ഫൗണ്ടൻ്റെ കംപ്ലീറ്റ് സിംഗിങ് ഇതില്ലേ, അതിൻ്റെ കംപ്ലീറ്റ് വാൽവ്സ് അണ്ടർ ദി ദിസ് തിങ് ഈസ് ഗിവൺ ബൈ us. Complete is given by us. That was one of the biggest challenge, as well as like timely delivery and all. At that time it was like our project engineering complete like it was a very big iconic project. Timely delivery was important. Money was not the criteria. They wanted to just somehow finish it off. We supported the company, our company ചെയ്തത്, we supported them and we finished it off. അങ്ങനെ ദുബായിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വർക്കും കൂടിയായിരുന്നു അത്. ദുബായിൽ ഞങ്ങൾ എല്ലാത്തിലുണ്ട്. ഞാൻ ആ ഐക്കോണിക് അത് പറഞ്ഞത് ലൈക്ക് ബിക്കോസ് ഇറ്റ് ഇസ് എ നോൺ ഫാക്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാം ജബലാലി, പാം ജുമേറ, പാം ഇപ്പോഴത്തെ പാം ദേറ ഐലൻഡ് 1, ദേറ ഐലൻഡ് 2 എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ നമ്മൾ അവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് താങ്ക്സ് ടു, കാരണം നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. 100%. വിത്തൗട്ട് എംപ്ലോയീസ്, വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ്, ഇപ്പം ഞങ്ങളുടെ ആൾക്കാർ മുഴുവൻ ലൈക്ക് ഹൂവർ ഇസ് ദെയർ ഇസ് ഓൾ ആർ എഞ്ചിനീയേഴ്സ്, ഓൾ ആർ. ആൻഡ് നമ്മൾ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മലയാളീസിനെയാണ്.
എംപ്ലോയീസ് എത്ര എഞ്ചിനീയേഴ്സ് ഉള്ളത് കൂടെ അധികം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. പിന്നെ ലൈക്ക് അതേ ലൈക്ക് ഡെഡിക്കേറ്റഡ് ആണ്. ഓക്കെ, ദർ ഇസ് എന്തെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ചിലപ്പോൾ കുറച്ച് ഇതുകളുണ്ടാവും, ഒരു ലേസിനെസ് ഉണ്ടാവും. പക്ഷേ ലൈക്ക് വെൻ യു ടെൽ ദം ലൈക്ക് ഓക്കെ ദേ ഹാവ് ടു, ദേ വിൽ ഡെഫിനറ്റ്ലി ഫിനിഷ് ഓഫ് ദ ജോബ്. പാഷനേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി മലയാളീസ് ഉണ്ടാവും. അതുകൊണ്ട് ആരും എഗേൻസ്റ്റ് അല്ല ഞാൻ. I have employed നോർത്ത് ഈസ്റ്റ് പാകിസ്ഥാനീസ് ഈവൻ ഇത്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നതിൽ ലൈക്ക് നമ്മൾ മലയാളീസോട് പറയുമ്പോൾ നമുക്ക് അതായത് ശരിക്കും ഞാൻ ഇവിടെ വരുന്ന വരെ ലൈക്ക് ഐ നെവർ ന്യൂ ലൈക്ക് ബട്ട് ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ച ദിസ് ഇസ് റിയലി എ ലാൻഡ് ലൈക്ക് വെയർ ലൈക്ക് യു ക്യാൻ ലേൺ ക്വൈറ്റ് എ ലോട്ട് ഓഫ് തിങ് ഫ്രം മലയാളീസ്. അതുപോലെ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാജ്യം നമുക്ക് നൽകിയ ഒരു സപ്പോർട്ടുണ്ട്. തുടക്കം മുതൽ സാർ പറഞ്ഞു, കാരണം അതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇവിടെ കണ്ടു എന്നുള്ളതാണ്. ഞാനൊരു നിന്റെ ഒരു ഇൻസിഡന്റ് പറയാം ലൈക്ക് വിച്ച് ഇസ് വെരി വെരി ഗുഡ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വെരി നൈസ്. ലൈക്ക് ഐ റിയലി അപ്രീഷിയേറ്റ് HS Sheikh Mohammed for that. During recession 2008, like it was, Dubai was reeling under recession, lot of issues were happening, everybody was looking like in a big problem. I got an invitation from his office, you are invited, like they call me and say like would you like to join for a lunch with his highness? Obviously like it's a like something which is very very like I never expected this kind of things, but you have been chosen like to come. കുറേ പേരുണ്ടായിരുന്നില്ല, ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് മോസ്റ്റ്ലി അവർ മലയാളീസ്, പിന്നെ ലൈക്ക് ഇൻഡസ്ട്രിയലിസ്റ്റ്, ബാങ്കേഴ്സ്, ലൈക്ക് സോ മെനി പീപ്പിൾ വേർ ദർ. വി വെൻറ്റ് ടു ദ ജുമേറ ആളെ ഇതില്ലേ ലൈക്ക് നിയർ പാലസ് ജുമേറ. ഹി മെറ്റ് വിത്ത് എവറിബഡി ആൻഡ് ദ വിഷൻ ഹി ഗേവ് അസ് ലൈക്ക് എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു ഇതിന് പാസിഫൈങ് പീപ്പിൾ, ഡോണ്ട് വറി, തിങ്സ് ആർ ഗോയിങ് ടു ബി ഓൾ റൈറ്റ്. Long vision. Yeah. This is a temporary phase. You will like don't lose heart. Anganini. That itself gave you so much of energy. Yes. സാറിന്റെ വാക്കുകളിലുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളത് that itself was enough for us. Yes. That our strength. This is only for short time. Yeah. We will overcome it. എന്ന് പറയുന്ന ആ വാക്കുകൾ തന്നെയാണ് ഇന്ന് കോവിഡ് എന്ന മഹാമാരിയെ പോലും they overcome it. It is something which is like excellent. No country has done this. That is why we are sitting out here and talking. And ഈ കോവിഡ് ഒരു 14 days നമ്മളെ ലോക്ക്ഡൗണിലേക്ക് കൊണ്ടുപോയി. നമ്മളെ വളരെയധികം പഠിപ്പിച്ചു തന്നു പലതും. We learned something. കാരണം ബിക്കോസ് ഓഫ് ദ കോവിഡ് എന്തൊക്കെയായിരുന്നു സർ? One is that COVID is we never expected this thing. It was all of a sudden like a hammer falling on your head. This is unforeseen. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. What we learned from this, like there are good things as well as bad things. Good thing is that you have become a very close-knit family. Exactly. People have been, in the busy life. Yeah, no busy life, and also we know that we come to know that നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. There is no need to be on the market. But the bad thing is everything, any business or anything is done, there should be a human face to it. നമ്മളിപ്പോൾ we can do everything on the web, web അല്ലെങ്കിൽ Zoom meeting, all these things happen. End of the day, if you don't meet a guy and know how you perform, we will be talking. Today I go to meet somebody or I will be talking hardly 1 minute for the business, but rest all thing is നമ്മൾ അറിയുന്നത് നമ്മൾ how you know each other, how to understand each other. ആ ഹ്യൂമൻ ഫേസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി കോവിഡിൽ.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ അച്ഛനും അമ്മയും തന്നെയാണ്. അതെ. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത അച്ഛൻ്റെ ആ പോളിസീസ്, സിസ്റ്റംസ്, അങ്ങനെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്? അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ കുറേ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ലൈക്ക് ദാറ്റ് ഈസ് വൺ ഓൾവേസ് മൈ റീഗ്രെറ്റ് ഇൻ മൈ ലൈഫ്, ബിക്കോസ് ഹീ ഈസ് ദ വൺ ഹു പുഷ് മീ to do things which is achievable. He said like it is achievable for you. Anganatha, he pushed me. I said like when I didn't get an opportunity in with the Bombay colleges and all, like in engineering, I said like, I don't want to study engineering. I will rather pursue something else. Paul Varney, no, there is something stored for you. He is the one who pushed me. Okay, you go, do it. Rest all is, you know, like by the time I finished and I started doing good. സക്സസ് ലൈഫിൽ കാണാൻ ആൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതൊരു വളരെ ഇന്നും വി ആർ റിഗ്രറ്റിംഗ് ലോട്ട്. Yeah. ബിക്കോസ് നമ്മുടെ ലൈഫിനെ മോൾഡ് ചെയ്തതും നമ്മളെ ഇത്രത്തോളം സക്സസ് ആകാൻ സഹായിച്ച അച്ഛൻ്റെ ഒരു ആബ്സെൻസ് സ്റ്റിൽ വി ആർ ഫീലിംഗ്. Yes. പക്ഷെ അമ്മ ഒരു വലിയ മേജർ റോളായിരുന്നു. അതെ. വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ലൈഫ്. Just explain to me that. Amma was, being a single son, I was always pampered. There were so many, everything was, but she was also strict. Karanam, father was more lenient, mother was strict. But Amma had all the opportunity to enjoy whatever I have earned. She was there with me till 3 years back. But after that, she also. പക്ഷേ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷി വാസ് വെരി ഗുഡ്. ഷി വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പറിങ് ആയിരുന്നു എല്ലാത്തിനും. ഷി വാസ് യു ക്യാൻ സേ ലൈക്ക് വൺ ഓഫ് ദ വുമൻ ഹു വാസ് ബോൾഡ് ഇനഫ്. ഷീ ഓൾവേസ് യൂസ് ടു ടെൽ മി ലൈക്ക് ആളുകാരനാണ് ലൈക്ക് ഞാൻ ഇതിലേക്ക് ജമ്പ് ചെയ്തതും ആള് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യും. ലൈക്ക് ദാറ്റ് ഈസ് ലൈക്ക് അപ്പോൾ ഇത് എടുക്കാണ്ട് പറ്റില്ല. ആളും പിന്നെ വൈഫും പറഞ്ഞാൽ യു ഹാവ് ടു ഡു ഇറ്റ്. എവിടെ നിന്നാണ് വാങ്ങിച്ചത് സർ? തൃശ്ശൂർ. വൈഫിന്റെ പേര് റൂബി. എത്ര കുട്ടികളാണ്? 2 പേര്. മൂത്താള് അശ്വിൻ. ആളിപ്പോൾ എഞ്ചിനീയറിംഗ് ജസ്റ്റ് ഫിനിഷ്ഡ്. ഓക്കെ. മെക്കാനിക്കലാണോ? അല്ല. He didn't want to pursue. He doesn't want to come to me. He wants to pursue his own things. All computer engineering. Very good. And second one is a daughter. All 12th കഴിഞ്ഞു. പേര് ആഷ്ന. ഒരു 20 years in 1999 ലാസ്റ്റ് ഇവിടെ വന്നു. ഇത്രയും കരിയർ ഡെവലപ്പ് ചെയ്തു. അത്രയും ഒരു സക്സസ് ആവാൻ സാധിക്കുമെന്ന് സാർ വിചാരിച്ചിരുന്നു? എൻ്റെ ഇവിടെ വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ like any people, like first you come, you come with a mission, okay, I have to work for 3 or 4 years or 5 years. അങ്ങനെ ഒരു മിഷനിലാണ് വരിക എപ്പോഴും. അപ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണം. ബിക്കോസ് ഇന്ത്യ ഈസ് ഓൾവേസ് കോളിങ് യു ബാക്ക്. അങ്ങനെയാണ്. പിന്നെ ബോംബെ ഈസ് ലൈക്ക് എ ലൈവ്ലി ഇത്. അപ്പോൾ യു വാണ്ട് ടു ഓൾവേസ് ടു ഗോ ബാക്ക്. പക്ഷേ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കാരണം നമ്മൾ നിന്ന് പോയത് ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ നിന്ന് പോയി ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഗ്രാജുവലി ബിസിനസ്സും പക്ഷേ പിന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ then I found like it is really good. Like we can develop quite a lot, അത് കാരണം നമ്മൾ like we started first with one small office, then building up ഞങ്ങളുടെ സ്റ്റോക്കിംഗ് ഫെസിലിറ്റി, ദെൻ Abu Dhabi office. പിന്നെ subsequently 4 years back I ventured into India. Indian office, Indian Bombay office, പിന്നെ then subsequently Pune office, Hyderabad. അങ്ങനെ കുറച്ച് എൻട്രി ചെയ്തു. ഇങ്ങനെ ബിസിനസ് ഇന്ത്യയിലും എൻട്രി ചെയ്തു. ഇപ്പോൾ ഇനി ഒരുപാട് യങ്സ്റ്റേഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോബ് സീക്കേഴ്സ് അവിടെ വരുന്നു, ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു ഇന്നത്തെ ജനറേഷൻ യൂത്തിന് സാറ് നൽകുന്ന അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇൻ യുവർ എക്സ്പീരിയൻസ് ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്തായിരിക്കും?
ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ലൈക്ക് എന്താ പറഞ്ഞെങ്കിൽ എവ്രിബഡി വാണ്ട്സ് ടു മേക്ക് എ ഫാസ്റ്റ് ബക്ക്. ഒരു ഇപ്പോൾ കരിയർ ഇപ്പോൾ എവ്രിബഡി ലുക്സ് അറ്റ് എഞ്ചിനീയറിംഗ് not as a career, like it is just as a starting point of something. Nobody is pursuing actual engineering as a starting point to make money. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മളൊരു സാധനത്തിൽ ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ചെയ്യണമെങ്കിൽ യൂട്ടിലൈസ് യുവർ ഫോക്കസ് ആൻഡ് യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അതിന് നമ്മൾ പറയുന്നത് ലൈക്ക് നവർ ലുക്ക് അറ്റ് ഷോർട്ട് ടേം കരിയർ ഇൻ എനിത്തിങ്. ലൈക്ക് ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ലോങ് ടേം സക്സസ്ഫുൾ ആവില്ല. സോ നമ്മൾക്കൊരു വിഷൻ വേണം. വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ പീപ്പിൾ ഷുഡ് ബി ലൈക്ക് ഷുഡ് ഫോക്കസ് ഓൺ വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് എൻഹാൻസ് ദർ അതിൻ്റെ എൻഗേജ്മെൻറ്റും അതിൻ്റെ നോളജും അത് ഉറപ്പായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എഞ്ചിനീയേഴ്സ് ആയല്ല ഏതായാലും ഷോർട്ട് ടേം ആണെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ സക്സസ് ബിക്കോസ് now there are so many opportunities. Like now it's electronic world appo people get distracted very fast, like in different things, appo focus complete boom. Appo you can, if you don't focus and like go to a certain with a vision, it is very difficult to get a success. അത് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത്. ഇത്രയൊരു സക്സസ് ആവാൻ സാധിച്ചത് താങ്ക്സ് ടു Thanks to one is like, and start with like one is mother, father, and of course my wife, and the opportunity given by this country. And rulers. Yeah. Future plans? Future plans narranengil I have to be here. I cannot just but my future plans is like India il korchum koodi develop edukkanuണ്ട്. There I have to be giving a direction. കാരണം like I have to be sitting out there for some time. There is also plans for production base. അതിന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ കൊറോണയും വന്നത്. ആഫ്റ്റർ കൊറോണ വി വിൽ സക്സസ് മോർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ടു സ്റ്റാർട്ട് എ പ്ലാന്റ് ആൻഡ് ഓൾ. അപ്പോൾ അത് അതിൻ്റെ ഇതിലേക്കുള്ള പ്രതീക്ഷയിലാണ് വരാൻ പോകുന്ന വർഷങ്ങളും. ഇനി കോവിഡ് കാലം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക്. ഇപ്പം എന്താണെന്നുണ്ടെങ്കിൽ all these years we were marketing somebody else's product, so obviously you will have your own, you want to have your own things. തീർച്ചയായും അത് എന്തായാലും നമ്മുടെ സ്വപ്നം തന്നെ. അതിന് നടക്കട്ടെ, അത് സക്സസ്ഫുൾ ആയിട്ട് വിജയിക്കട്ടെ. വരാൻ പോകുന്ന വർഷം നമ്മളെ 2021 എക്സ്പോ വരാൻ പോവുകയാണ്. അതെ, തീർച്ചയായും വലിയ പ്രതീക്ഷകളുള്ള, കാരണം ഒരു ചെറിയൊരു തെന്നൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ ആർജവത്തോടെ വിജയിക്കാൻ കഴിയുന്നത്. ഇനി വരാൻ പോകുന്ന ദൈവം തമ്പുരാൻ ഇതിനേക്കാൾ വലിയൊരു വിജയം നമ്മുടെ മുമ്പിൽ കൊണ്ട് തരുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ഒരിക്കലും വിടാൻ പാടില്ല. അത് ലക്ഷ്യത്തെ നമ്മളെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് തന്നെയാണ് മനോജ് ശ്രീധർ എന്ന സാറിൻ്റെ ജീവിത വിജയത്തിൻ്റെ പ്രധാന കാരണം. Once again, wish you all the very best and thank you very much for spending a valuable time for us. Thank you very much for the opportunity given, and let's hope my ഇത് നമ്മൾ പറഞ്ഞത് like it is good for all the people who are concerned. Thank you once again, sir.